സ്റ്റുഡിയോ സേവനം നിർത്തുന്നതിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരിയുടെ ചരിത്രം ഒപ്പിയെടുത്ത പ്രഭ സ്റ്റുഡിയോ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. വാദ്യകലാകാരൻ ചെർപ്പുളശ്ശേരി ശിവൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പുളശ്ശേരിയുടെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച 100 കണക്കിന് ഫോട്ടോകൾ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. അത് വേണ്ട വയ്ക്കുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് എത്തി. മാത്രമല്ല സ്റ്റുഡിയോ ഒക്കെ പൊളിഞ്ഞതോടുകൂടിയായതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സൗകര്യങ്ങൾ അയാൾക്കുണ്ട്. ചെർപ്പുളശ്ശേരിയുടെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച വിശിഷ്ട വ്യക്തികൾ, ഉത്സവങ്ങൾ, പ്രധാന സംഭവങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന 1000-ഓളം അമൂല്യമായ ഫോട്ടോകളാണ് പ്രദർശനത്തിന് ഒരുക്കിയിരുന്നത്. ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച പ്രദർശനം കാണാൻ നിരവധി പേർ എത്തിച്ചേർന്നു. വൈകുന്നേരം നടന്ന ചടങ്ങിൽ പനമണ്ണ ശശിയുടെ ഇടയ്ക്ക വായനയോടെയാണ് ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചത്. വളരെ സന്തോഷം. പക്ഷേ ഈ നിർത്താൻ വേണ്ടിയിട്ടുള്ള അനുമോദനം പറയാൻ പ്രശ്നമുണ്ട്. അതായത് തുടർന്ന് പോവാം. പക്ഷേ ഈ രംഗത്തുണ്ട് എന്നുള്ളൊരു സന്തോഷം ഉള്ളിൽ ഉണ്ട്. ആ സ്റ്റുഡിയോ എന്ന സങ്കല്പത്തോടെ പോയി ഇല്ലാതെ ഉള്ളൂ. ഹർഷേട്ടൻ നമ്മുടെ ഉള്ളിലും അല്ലെങ്കിൽ ഈ രംഗത്തുണ്ട്. എന്തെങ്കിലും ഇനിയും ഈ വക മേഖലകളിൽ സാന്നിധ്യമായിട്ട് ഹർഷേട്ടനെ കാണാൻ കഴിയട്ടെ എന്നുള്ള. ചടങ്ങിൽ കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. എസ് കെ ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ്, AKPA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, PA ഉമ്മർ, സ്റ്റുഡിയോ ഉടമ CM ഹർഷൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി പുതിയ കാലഘട്ടത്തിലേക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി വന്നപ്പോഴും ഒട്ടും പുറകോട്ട് പോകാതെ അതല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഫോട്ടോ എടുക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്. കൃത്യമായി കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊബൈലിലൂടെ ലൈവായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്ക് മുഴുവൻ അത് എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു ദൗത്യം ഹർഷേട്ടൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല പരിപാടികളും പങ്കെടുക്കാതെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തോടെ ഇവിടെ ഈ സ്ഥാപനം ഇവിടെ നിർത്തുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത്, അതായത് ഈ മേഖലയിൽ നിന്നും വിരമിച്ചു പോകാതെ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് എന്നുള്ളത് എന്നെ പോലുള്ള ഇവിടെ ഇരിക്കുന്ന ഓരോ പഴയകാല ഫോട്ടോഗ്രാഫർമാർ അടക്കമുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. CCN ചെർപ്പുളശ്ശേരി.